Good morning to all. My topic is public-private partnerships. Public-private partnerships is a partnership between public sector and private sector in financing, designing and developing infrastructure facilities. പബ്ലിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് പബ്ലിക് സെക്ടറുമായിട്ടും പ്രൈവറ്റ് സെക്ടറുമായിട്ടും ഒരു പാർട്ട്ണർഷിപ്സിൽ ഏർപ്പെടുകയും ഇത് ഫിനാൻസിങ്, ഡിസൈനിങ് ആൻഡ് ഡെവലപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പാർട്ടിസിപ്പേഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ ഇൻ ഗവൺമെൻറ് പ്രൊജക്റ്റ്. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് പ്രൊജക്റ്റിലേക്കുള്ള പ്രൈവറ്റ് സെക്ടറിൻ്റെ പാർട്ടിസിപ്പേഷനെയാണ് പറയാറ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സ് എന്ന് പറയാറ്. According to World Bank 2006, the transfer to the private sector of investment projects that traditionally have been executed or financed by the public sector. അതായത് പ്രൈവറ്റ് സെക്ടറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടും ഫിനാൻസ് ചെയ്യുന്നത് പബ്ലിക് സെക്ടറിലേക്കായിരിക്കും, അഥവാ പബ്ലിക് സെക്ടറിലേക്കായിരിക്കും ട്രാൻസ്ഫർ ആവുക. Features of public-private partnerships. Facilitate partnerships between public sector and private sector. അതായത് പബ്ലിക് സെക്ടറുമായിട്ടും പ്രൈവറ്റ് സെക്ടറുമായിട്ടും ഒരു പാർട്ട്ണർഷിപ്പ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. മാനേജ്മെൻറ്റ് ഫോർ സ്പെസിഫൈഡ് ടൈം. അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫൈഡ് ടൈമിൽ പൂർത്തിയാക്കണം. അതായത് ഒരു ലോങ് ടേം പ്രോസസ്സ് ആയതുകൊണ്ട് അവർക്കൊരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം പബ്ലിക് സെക്ടർ പ്രൊവൈഡ് ചെയ്യും. ആ ടൈമിനുള്ളിൽ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പെർട്ടൈനിങ് ഹൈ പ്രിയോറിറ്റി പ്രൊജക്റ്റ്. അതായത് ഹൈ പ്രിയോറിറ്റി പ്രൊജക്റ്റ് ഒരു ഗവൺമെൻറ്റിന് മെയിനായിട്ട് ഏത് പ്രൊജക്റ്റാണ് അവർക്ക് വേഗം തീർക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് പ്രൊജക്റ്റാണ് അത്യാവശ്യമായിട്ടുള്ളത്, ആ പ്രൊജക്റ്റിനായിരിക്കും അവർ ഹൈ പ്രിയോറിറ്റി കൊടുത്തിട്ട് ആ പ്രൊജക്റ്റായിരിക്കും ചെയ്യാറുള്ളത്. സ്യൂട്ടബിൾ ഫോർ ബിഗ് പ്രൊജക്റ്റ്. അതായത് ഇതൊരു ലോങ് ടേം പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഇത് ബിഗ് പ്രൊജക്റ്റിനായിരിക്കും മെയിനായിട്ട് സ്യൂട്ടബിൾ ആവുക. ഷെയറിംഗ് റവന്യൂ. റവന്യൂ ഈസ് ഷെയർഡ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എൻ്റർപ്രൈസ് ഇൻ അഗ്രീഡ് റേഷ്യോ. റവന്യൂ എപ്പോഴും ഷെയർ ചെയ്യുന്നത് പബ്ലിക്കും പ്രൈവറ്റ് എൻ്റർപ്രൈസും ഒരു അഗ്രീഡ് റേഷ്യോയിലായിരിക്കും. റിസ്ക് ഷെയറിംഗ്. എന്ത് റിസ്ക് വന്നാലും ഇവർ തുല്യമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവും, പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും. ബെനിഫിറ്റ്സ്. They provide better infrastructure solution than an initiative that is wholly public or wholly private. Each participant does what it does best. അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സ് എന്ന് പറയുന്നത് ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ സൊല്യൂഷൻസ് കൊടുക്കുന്ന ഇനിഷ്യേറ്റീവ് അതെന്ന് പറഞ്ഞാൽ ഫുൾ പബ്ലിക് ആയിരിക്കും അല്ലെങ്കിൽ ഫുൾ പ്രൈവറ്റ് ആയിരിക്കും. ബട്ട് ഈച്ച് പാർട്ടിസിപ്പൻസ് പ്രൈവറ്റോ പബ്ലിക്കോ അവരുടെ ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. The result in faster project completions and reduce delays on infrastructure project by including time to completion as a measure of performance and therefore of profit. ഫാസ്റ്റർ പ്രൊജക്റ്റ് കംപ്ലീഷനാണ് എപ്പോഴും PPP റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീഷൻസ് ഡിലേസ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് റെഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്നത് ടൈം ടു കംപ്ലീഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മെഷറിംഗ് പെർഫോമൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കാം. എ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ROI might be greater than project with the traditional and all private or all approaches become available to entities work together. അതായത് ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സ് എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പ്രൊജക്റ്റ് ആണ് വെച്ച് വെച്ചാൽ അല്ലെങ്കിൽ എല്ലാ പ്രൈവറ്റ് കമ്പനീസ് അല്ലെങ്കിൽ എല്ലാ ഗവൺമെൻറ് ഫുൾഫിൽ ചെയ്യുന്നത് ഇന്നോവേഷൻ ഡിസൈൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫിനാൻസിങ് അപ്രോച്ചായിരിക്കണം. അത് രണ്ടുപേരും വർക്ക് ടുഗെദർ ആയിരിക്കണം. റിസ്ക് ആർ ഫുള്ളി അപ്രൈസ്ഡ് ഏർലി ഓൺ ടു ഡിറ്റർമൈൻ പ്രൊജക്റ്റ് ഫീസിബിലിറ്റി. അതായത് റിസ്ക് എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രൊജക്റ്റ് ഫീസിബിലിറ്റിൻ്റെ ഡിറ്റർമൈൻ ചെയ്തിട്ടായിരിക്കണം. ദ ഓപ്പറേഷണൽ ആൻഡ് പ്രൊജക്റ്റ് എക്സിക്യൂഷൻ റിസ്ക് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ദ ഗവൺമെൻറ് ദ പ്രൈവറ്റ് പാർട്ടിസിപ്പൻസ് വിച്ച് യൂഷ്വലി ഹാവ് മോർ എക്സ്പീരിയൻസ് ഇൻ കോസ്റ്റ് കണ്ടെയ്ൻമെൻറ്റ്. അതായത് ഓപ്പറേഷൻ ഓഫ് പ്രൊജക്റ്റ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് പ്രൈവറ്റ് പാർട്ടിസിപ്പൻറ്റിലേക്ക് റിസ്ക് ട്രാൻസ്ഫർ ആവുന്നതുകൊണ്ട് തന്നെ അവിടെ മോർ എക്സ്പീരിയൻസും കോസ്റ്റ് കണ്ടെയ്ൻമെൻറ്റും ആവശ്യമാണ്. PPP may include early completion bonuses that further increase efficiency. They can sometimes reduce change order cost as well as. അതായത് PPP എന്ന് പറയുന്നത് ഏർലി കംപ്ലീഷൻ ഓഫ് ബോണസ് ആയതുകൊണ്ട് തന്നെ അവിടെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഓർഡർ കോസ്റ്റ് എന്ന് പറയുന്നത് കുറയ്ക്കാനും സഹായിക്കും. By increasing the efficiency of government investment, a PPP allows government fund to redirect on other important socio-economic area. അതായത് ഇൻക്രീസിങ് എഫിഷ്യൻസി ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് PPP എപ്പോഴും ഒരു ഫണ്ട്സ് സോഷ്യോ എക്കണോമിക് ഏരിയയ്ക്ക് റീഡയറക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്.
ദ ഗ്രേറ്റർ എഫിഷ്യൻസി ഓഫ് PPP റെഡ്യൂസ് ഗവൺമെൻറ് ബഡ്ജറ്റ്സ് ആൻഡ് ബഡ്ജറ്റ് ഡെഫിക്ട്സ്. അതായത് PPP എപ്പോഴും ഗ്രേറ്റർ എഫിഷ്യൻസി ഉള്ളത് കൊണ്ട് തന്നെ ബഡ്ജറ്റ് ഡെഫിക്ട്സ് കുറയ്ക്കാൻ സഹായിക്കും. ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആർ ബെറ്റർ ഒബ്റ്റൈൻഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ത്രൂ ഔട്ട് ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ പ്രൊജക്റ്റ്. അതായത് ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എപ്പോഴും ഒബ്റ്റൈൻ ചെയ്യുന്നത് അത് ത്രൂ ഔട്ട് പ്രൊജക്റ്റിൽ അവർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകും. PPP ദാറ്റ് റെഡ്യൂസ് കോസ്റ്റ് പൊട്ടൻഷ്യാലിറ്റി ക്യാൻ ലീഡ് ടു ലോവർ ടാക്സസ്. അതായത് PPP എപ്പോഴും കോസ്റ്റ് പൊട്ടൻഷ്യാലിറ്റി, ലോവർ ടാക്സസ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ, demerits. Every public-private partnerships involve risk for the private participants who reasonable expert to the compensate for accepting those risks. This can increase government cost. അതായത് എല്ലാ പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സ് എന്ന് പറഞ്ഞത് റിസ്ക് ആരാണോ റെസ്പോൺസിബിൾ ചെയ്തിരിക്കുന്നത് അവർ വേണം അത് കോമ്പൻസേറ്റ് ചെയ്യാൻ. അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ കാരണമാകുന്നു. അതായത് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സ് ആണ് കോമ്പൻസേറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അസറ്റ് റിസ്ക് ചെയ്ത് വെച്ചാലും അവിടെ ഗവൺമെൻറ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ കാരണമാകുന്നു. വെൻ ദർ ആർ limited number of private enterprises that have the capability to complete projects such as constructing a high-speed rail system, the relatively small field of builders might mean less competition and thus less cost-effective partnering. അതായത് ലിമിറ്റഡ് നമ്പർ ഓഫ് പ്രൈവറ്റ് എൻറ്റിറ്റീസ് മാത്രമായിരിക്കും ഒരു പ്രൊജക്റ്റ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഹൈ സ്പീഡ് റാൽ സിസ്റ്റം അല്ലെങ്കിൽ സ്മാൾ ഫീൽഡ് ബിൽഡേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് കോമ്പറ്റീഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് കോസ്റ്റ് എഫക്റ്റീവ് പാർട്ട്ണറിങ് ആയിരിക്കും. Profit of the project can vary depending on the assumed risk, the level of competition and complexity of the scope of the project. എപ്പോഴും പ്രോഫിറ്റ് ഓഫ് ദ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അസ്യൂംഡ് റിസ്ക്കും ലെവൽ ഓഫ് കോമ്പറ്റീഷനെയും കോംപ്ലക്സിറ്റി സ്കോപ്പിനെയും ഒക്കെ ബേസിസിലായിരിക്കും. If the expertise in the partnership lies heavily on the private side, the government at the inherent disadvantage. അതായത് എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സിൻ്റെ അവിടെയാണ് വെച്ച് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻറ്റ് ഡിസഡ്വാൻറ്റേജാണ്. നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് PPP ഇൻ ഇന്ത്യ. ഫസ്റ്റ് വൺ, സർവീസ് കോൺട്രാക്റ്റ്. The government hires a private company or entity to carry out on one or more specified task or services for a period. അതായത് ഒരു ഗവൺമെൻറ് ആണ് ഒരു പ്രൊജക്റ്റ് പ്രൈവറ്റ് കമ്പനിയിലേക്ക് ഹയർ ചെയ്യുന്നത് വെച്ച് വെച്ചാൽ അവരൊരു സ്പെസിഫൈഡ് ടൈം പീരീഡ് കൊടുത്തിട്ട് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. ആ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 or 3 ഇയേഴ്സിനുള്ളിൽ ആ പ്രൊജക്റ്റ് അവർ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം. The private partner must perform the services at agreed cost and must typically meet performance standards set by public sector. അതായത് പ്രൈവറ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത് അതിൻ്റെ സർവീസസ് അഗ്രീഡ് കോസ്റ്റ് എപ്പോഴും ടിപ്പിക്കലി മീറ്റ് ചെയ്തിട്ട് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പബ്ലിക് സെക്ടർ ആയിരിക്കും. ദ ഗവൺമെൻറ് പേ ദ private partner a predetermined fees for services which may be one-time fees based on യൂണിറ്റ് കോസ്റ്റ് ഓഫ് സം അതർ ബേസിസ്. അതായത് ഗവൺമെൻറ് ആണ് പ്രൈവറ്റ് പാർട്ട്ണറിന് പ്രീഡിറ്റർമിൻഡ് ഫീസ് സർവീസസ് പേ ചെയ്യുന്നത്. അത് 1 ടൈം ഫീസ് ആയിരിക്കും, അല്ലെങ്കിൽ യൂണിറ്റ് കോസ്റ്റിൻ്റെ ബേസിസിലായിരിക്കും. നെക്സ്റ്റ് വൺ, മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ്. മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ് എക്സ്പാൻഡഡ് ദ സർവീസ് ടു ബി കോൺട്രാക്റ്റഡ് ഔട്ട് ടു ഇൻക്ലൂഡ് സം ഓർ ഓൾ ദ മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് പബ്ലിക് സർവീസസ്. അതായത് മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മാനേജ്മെൻറ്റ് ഓപ്പറേഷനും പബ്ലിക് സർവീസിൻ്റെ ബേസിസിലായിരിക്കും. അത് യൂട്ടിലിറ്റി, ഹോസ്പിറ്റാലിറ്റി, പോർട്ട്, അങ്ങനെ എല്ലാം ഇൻക്ലൂഡാണ്. Daily management control and authority is assigned to the private partner or contractor. Daily management control എന്ന അതോറിറ്റി അസൈൻ ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് പാർട്ട്ണറിലായിരിക്കും, അല്ലെങ്കിൽ കോൺട്രാക്ടറിൻ്റെയും ബേസിസിലായിരിക്കും. പ്രൈവറ്റ് പാർട്ട്ണർ പ്രൊവൈഡ് വർക്കിംഗ് ക്യാപിറ്റൽ ബട്ട് നോൺ ഫിനാൻസിങ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രൈവറ്റ് പാർട്ട്ണർ ഒരിക്കലും ഫിനാൻസിങ് ഇൻവെസ്റ്റ്മെൻറ്റ് നൽകാറില്ല, വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമേ കൊടുക്കാറുള്ളൂ. മാനേജ്മെൻറ്റ് കോൺട്രാക്ട് വേരിയൻസ് ഇൻക്ലൂഡ് സപ്ലൈ ആൻഡ് സർവീസ് കോൺട്രാക്ട്, മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ് എപ്പോഴും അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. അതായത് വേരിയൻസ് ആണ് സപ്ലൈ സർവീസ് കോൺട്രാക്റ്റ്, മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്. ലീസ് കോൺട്രാക്റ്റ്. ദിസ് കോൺട്രാക്റ്റ് റെസ്പോൺസിബിൾ ഫോർ ദ സർവീസ് ഇൻ ഇറ്റ്സ് എൻറ്റയർറ്റി ആൻഡ് അണ്ടർടേക്സ് ഒബ്ലിഗേഷൻ റിലേറ്റിംഗ് ക്വാളിറ്റി സർവീസ് സ്റ്റാൻഡേർഡ്സ്. അതായത് ലീസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് സർവീസും അണ്ടർ ഒബ്ലിഗേഷൻസ് റിലേറ്റിംഗ് ആയിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിന് റെസ്പോൺസിബിളായിരിക്കും. ദ ഡ്യൂറേഷൻ ഓഫ് ലീസിംഗ് കോൺട്രാക്ട് ഈസ് ടിപ്പിക്കലി 10 years ആൻഡ് റിന്യൂഡ് അപ് ടു 20 years. അതായത് ഡ്യൂറേഷൻ ഓഫ് ലീസിംഗ് കോൺട്രാക്ട് എന്ന് പറയുന്നത് 10 വർഷത്തിൽ ഒരായിരിക്കും, അതെപ്പോഴും 20 വർഷത്തെ റിന്യൂ ചെയ്യും.
Responsibility and service position is transferred from the public sector to the private sector, and the financial risk for operation and maintenance is borne entirely by the private sector operator. അതായത് റെസ്പോൺസിബിലിറ്റിയും സർവീസ് പൊസിഷനും പബ്ലിക് സെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. പബ്ലിക് സെക്ടറിൽ നിന്ന് പ്രൈവറ്റ് സെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക് ഓപ്പറേഷൻ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ആർക്കായിരിക്കും? പ്രൈവറ്റ് സെക്ടർ ഓപ്പറേറ്ററിലേക്കായിരിക്കും. Concession. The concession will make the private sector operator responsible for delivery of services in specified area, including operation, maintenance, collection, management and construction and rehabilitation of the system. അതായത് കൺസെഷൻ കോൺട്രാക്റ്റിൽ വരുന്ന സമയത്ത് പ്രൈവറ്റ് സെക്ടർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു സ്പെസിഫൈഡ് ഏരിയയിൽ എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കണം. ആ സ്പെസിഫൈഡ് ഏരിയ എന്ന് പറയുന്നത് ഓപ്പറേഷൻ, മെയിൻ്റെനൻസ്, കളക്ഷൻ, മാനേജ്മെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് സിസ്റ്റം. അതായത് ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ പ്രോസസ്സ് ഉണ്ട്. ആ എല്ലാ പ്രോസസ്സും, അതായത് എങ്ങനെ നമ്മൾ ഓപ്പറേഷൻസ് എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് ആ മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെയൊക്കെ റോ മെറ്റീരിയൽസ് ആണെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ കളക്ട് ചെയ്യാം, അതിനെങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ്മെൻറ്റ് ചെയ്യാം, അതിനെങ്ങനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം, അങ്ങനെ റീഹാബിലിറ്റേഷൻ സിസ്റ്റംസ് എന്തൊക്കെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഒരു പ്രൈവറ്റ് ഓപ്പറേറ്റർ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതാണ്. ദ ഓപ്പറേറ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓർ ക്യാപിറ്റൽ മീൻസ്. അതായത് ആ പ്രൊജക്റ്റിൻ്റെ ഫുൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടർ ഓപ്പറേറ്റർക്കായിരിക്കും. ദ കൺസെഷൻ കോൺട്രാക്ട് വാലിഡ് ഫോർ 25 to 30 years so that the operator has sufficient time to recover the capital invested and earn an appropriate return over the ലൈഫ് കൺസ്ട്രക്ഷൻ. അതായത് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിൽ വരുന്ന സമയത്ത് അവരുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 25 to 30 years ആയതുകൊണ്ട് തന്നെ അവർ എത്ര ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമോ അത് റിട്ടേൺ ചെയ്യാനും അവർക്ക് ആ ടൈം പീരീഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു അപ്രോപ്രിയേറ്റഡ് മെത്തേഡ് തന്നെയാണ്. The concession are effective contract to provide investment for creation of new facilities or rehabilitation facilities. അതായത് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് ഇഫക്റ്റീവ് കോൺട്രാക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ന്യൂ ഫെസിലിറ്റീസോ റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.